നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച മക്കൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അമ്മമാര് തീർച്ചയായിട്ടും 2025 കടക്കുമ്പം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദം, രോഹിണി, മകം, ചിത്തിര, ചതയം, തിരുവോണം, ഉത്രം, വിശാഖം ഈ നക്ഷത്രങ്ങളാണ്. ഈ നാളുകളിൽ ജനിച്ച ഒരു മകനോ ഒരു മകളോ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന സത്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ മക്കൾ, ഈ നക്ഷത്രത്തിൽ ജനിച്ച മകനോ മകളോ ഉള്ള ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം 2025 ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. എൻ്റെ പ്രവചനം തെറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായി വരും. എൻ്റെ നാവ് പൊന്നാകട്ടെ. പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ നക്ഷത്രക്കാരും ആ ഫലങ്ങളും പറയാം. ഈ നാളുകളിൽ ജനിച്ച മകനോ മകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. ഒരു പുണർദം നക്ഷത്രക്കാരനായ മകനോ മകളോ ഉള്ള ഒരു അമ്മയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ 2025 ആ അമ്മയ്ക്ക് ഭാഗ്യവർഷമാണെന്ന് പറയാൻ സാധിക്കും. മക്കൾ മൂലം അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം വന്നു ചേരുന്ന ഒരു വർഷമാണ് 2025. അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, ആ വീടിന് മൊത്തത്തിൽ നോക്കുമ്പം പുണർദങ്കാരായ മക്കൾ ആ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പുണർദങ്കാര് വഴി ആ വീടിന് തന്നെ ഒരുപാട് സന്തോഷം കൈവരുന്ന വർഷമാണ് 2025. മക്കൾ മുഖാന്തരം ചില ഭാഗ്യാനുഭവങ്ങൾ, വീട്ടിൽ ചില സന്തോഷ മുഹൂർത്തങ്ങൾ, മംഗളകാര്യങ്ങൾ ഇതൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അമ്മമാരുടെ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥനയുണ്ട് അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി. അമ്മമാരുടെ നേർച്ചയും വഴിപാടും പ്രാർത്ഥനയും എല്ലാം ഫലം കാണുന്ന ഒരു വർഷം കൂടി ആയിരിക്കും 2025 എന്ന് പറയുന്നത്. ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ മക്കൾക്കുള്ള സമയമാണ്. പുണർദങ്കാര് മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാര് ദേവീക്ഷേത്രത്തിലൊക്കെ തൊഴാൻ പോകുമ്പം മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പുഷ്പാഞ്ജലിയൊക്കെ നടത്തി ഭഗവതിയെ പ്രത്യേകം ഒന്ന് തൊഴാൻ പോകുമ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുക. കാരണം ഭഗവതിയുടെ ഒരു കാവലാണ് പുണർദം നക്ഷത്രക്കാരായ മക്കൾക്ക് കാണാൻ സാധിക്കുന്നത്. വീടിന് ഐശ്വര്യം നൽകുന്ന പല കാര്യങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നടക്കും. അതൊക്കെ ആ വീടിനും ആ അമ്മയ്ക്കും ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാം കൊണ്ടും നന്നായി വരും 2025 പുണർദം നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പൊ പുണർദമാണ് ഒന്നാമത്തെ നക്ഷത്രം. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരനായ ഒരു മകനോ അല്ലെങ്കിൽ രോഹിണി നക്ഷത്രക്കാരിയായ ഒരു മകളോ ഉള്ള ഒരു അമ്മയാണോ നിങ്ങൾ? ആണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. അത് മക്കൾ മുഖാന്തരവും ആകാം, അല്ലാതെ കുടുംബത്തിന് മൊത്തത്തിൽ കുടുംബനാഥൻ വഴിയോ കുടുംബനാഥ വഴിയോ ഉള്ള ഉയർച്ചയും ആകാം. പക്ഷെ മനസ്സിലാക്കുക, ഈ ഉയർച്ചയും ഐശ്വര്യവും എല്ലാം 2025 വരുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ രോഹിണി നക്ഷത്രക്കാരുടെ സാന്നിധ്യമാണ് എന്നുള്ളതാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രോഹിണിക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിയും തടസ്സപ്പെട്ടും വിചാരിച്ചിട്ട് നടക്കാതെയൊക്കെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇവരുടെ കുടുംബം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുടുംബത്തിന്റെ കാര്യത്തിലും പല കാര്യങ്ങളും മുടങ്ങിയും തടസ്സപ്പെട്ടും കിടപ്പുണ്ട്. അതൊക്കെ ആ മറ നീക്കി പുറത്തു വരുന്ന, അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന, അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച കൈവരുന്ന ഒരു കാലവുമായിരിക്കും രോഹിണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2025. അമ്മമാർക്ക് ഏറ്റവും ഭാഗ്യം എന്നാണ് പറയുന്നത്. കാരണം അമ്മമാരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ മകൾ നക്ഷത്രമായി രോഹിണി നക്ഷത്രം 2025 മാറുന്നതാണ്. ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ ഈ നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാര്, അതായത് മക്കളൊക്കെ ഉള്ള അമ്മമാര്
ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം പ്രത്യേകം ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അതിൻ്റെ ഉയർച്ച മക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മമാരുടെ നെഞ്ചിൽ തീയാണെന്ന് പറയാൻ സാധിക്കും. മകം നക്ഷത്രക്കാരായ മകനോ മകളോ ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് എന്നും നെഞ്ചിൽ തീയ. മക്കളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഓർമ്മകൾ, പല കാര്യങ്ങളും മക്കൾ ഓടി വന്ന് സങ്കടമായിട്ട് പറയുന്നത് അമ്മമാരെടുത്തായിരിക്കും. ഇപ്പം ലോകം മുഴുവനുണ്ട്, അവരുടെ ചുറ്റും 100 ആളുണ്ട് എന്നുണ്ടെങ്കിലും അമ്മമാരോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് പുലർത്തുന്ന നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. അപ്പൊ ഈ മകം നക്ഷത്രക്കാരായ മക്കള് വലിയ ഉയർച്ച നേടാൻ പോകുന്ന ഒരു വർഷമായിരിക്കും 2025. അമ്മമാരുടെ നെഞ്ചിലെ തീയൊക്കെ കുറയുന്ന, അമ്മമാർക്ക് ഒരുപാട് സന്തോഷവും മക്കളെ ഓർത്ത അഭിമാനവും തോന്നുന്ന വർഷമായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. മകം നക്ഷത്രക്കാരായ മകനോ മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷവുമായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത്. ഭയപ്പെട്ടതൊക്കെ വെറുതെയായി ജീവിതത്തിൽ സന്തോഷവും ഈശ്വരാധീനവും തൊട്ടറിയുന്ന വർഷമായി 2025 മാറുന്നതാണ്. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം മകം നക്ഷത്രക്കാരായ മക്കൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിലൊക്കെ അമ്മമാർ തൊഴാൻ പോകുമ്പം മകം നക്ഷത്രക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിൻ്റെ ഉയർച്ച ഐശ്വര്യവും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. നിങ്ങൾക്ക് ചിത്തിര നാളിൽ ജനിച്ച ഒരു മകനോ മകളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ അമ്മയുടെ പ്രാർത്ഥന എല്ലാ ഐശ്വര്യവുമായിട്ട് മക്കൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. മക്കൾക്ക് വേണ്ടി, ചിത്തിരക്കാരായ മക്കൾക്ക് വേണ്ടി അമ്മമാർ ഏത് കാര്യം മനസ്സുരുകി പറഞ്ഞാലും അതെല്ലാം മക്കൾക്ക് വരമായിട്ട് നൽകപ്പെടുമെന്നാണ് പറയുന്നത്. സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹം, ഭഗവതിയുടെ സംരക്ഷണയിലാണ് ഈ നക്ഷത്രം, ചിത്തിര നക്ഷത്രം ഉള്ളത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മമാർ ഏത് കാര്യം മനസ്സുരുകി പറഞ്ഞാലും അത് ഭഗവതി കുഞ്ഞുങ്ങൾക്ക്, ചിത്തിരക്കാർക്ക് നടത്തി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതിപ്പോൾ 60 വയസ്സുള്ള മകനായാലും അല്ലെ 50 വയസ്സുള്ള മകളായാലും 10 വയസ്സുള്ള മക്കളായാലും എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചിത്തിരക്കാർ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവതിയോട് അമ്മമാര് പ്രാർത്ഥിച്ച് പറയൂ, കുഞ്ഞുങ്ങൾക്ക് നല്ലതേ വരുള്ളൂ, നന്നായി വരും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. 2025 ചതയം നക്ഷത്രക്കാരുള്ള വീടുകളിൽ ഒരുപാട് വലിയ ഭാഗ്യങ്ങൾ കൈവരുമെന്നാണ് പറയുന്നത്. വീടില്ലാത്തവർക്ക് വീട് കെട്ടാനുള്ള ഭാഗ്യമുണ്ടാകും. ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ദാരിദ്ര്യം തീർന്ന് ആ വീട്ടിൽ സമ്പത്ത് കൈവരും. ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നവർക്ക് മനപ്രയാസങ്ങളൊക്കെ മാറി മനഃശാന്തി കൈവരും. അങ്ങനെ ചതയം നക്ഷത്രക്കാരിയോ നക്ഷത്രക്കാരനോ മകനോ മകളോ ആയിട്ട് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർക്കും ആ വീടിന് മൊത്തത്തിലും സൗഭാഗ്യത്തിന്റെ വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ചതയങ്കാർക്ക് ഏറ്റവും കൂടുതലുള്ള വർഷമാണ് 2025. അതുകൊണ്ട് അമ്മമാരൊക്കെ, ചതയങ്കാർ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുമ്പം ഭഗവാനോട്, നാരായണനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അമ്മമാർ പോയി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ എല്ലാ ഗുണവും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷവുമാണ് 2025 എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാവിനും പിതാവിനും ഒരുപോലെ ഭാഗ്യം നൽകുന്ന പുത്ര നക്ഷത്രം അല്ലെങ്കിൽ പുത്രി നക്ഷത്രമാണ് തിരുവോണം എന്ന് പറയുന്നത്. ധനപരമായിട്ട് ആ വീടിന്, ഈ നക്ഷത്രക്കാർ തിരുവോണംകാരുള്ള വീടിന് നല്ല ഉയർച്ച കിട്ടുന്ന വർഷമാണ്. മാതാപിതാക്കൾക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള, രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ, അമ്മയ്ക്കും ഉണ്ട് അച്ഛനും ഭാഗ്യം തരുന്ന നക്ഷത്രമാണ് തിരുവോണം എന്ന് പറയുന്നത്. മാതാപിതാക്കൾക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അച്ഛനമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ, ഇവർക്ക് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ, തിരുവോണത്തിന്റെ പ്രഭയാൽ ആ വീട് എല്ലാ ഐശ്വര്യം കൊണ്ടും രക്ഷപ്പെടുന്ന വർഷമായിരിക്കും
2025 എന്ന് പറയുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ. സാക്ഷാൽ നാരായണൻ തിരുവോണത്തിനൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛന്മാരൊക്കെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നാരായണ ക്ഷേത്രങ്ങളിൽ പോയി, മഹാവിഷ്ണു അമ്പലങ്ങളിൽ പോയി ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. അച്ഛനമ്മമാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മൊത്തത്തിൽ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരനായ ഒരു മകനോ ഉത്രം നക്ഷത്രക്കാരിയായ ഒരു മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉയർച്ച അമ്മയ്ക്ക് ലഭിക്കുന്ന വർഷമായിരിക്കും 2025. ഉയർച്ച എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ കണ്ണിലും ഓരോന്നാണ്. ചിലർക്കത് ധനവളർച്ചയായിരിക്കും, ചിലർക്കത് കുടുംബ സാഹചര്യങ്ങളിലുള്ള മാറ്റമായിരിക്കും, ചിലർക്കത് അച്ഛനമ്മമാർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച. അങ്ങനെ ഏത് ഉയർച്ചയാകാം. ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉത്രം നക്ഷത്രക്കാരനായ മകനോ മകളോ ഉള്ളത് അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യ വർഷം കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷം. ചെന്ന് തൊടുന്നതൊക്കെ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യവിജയമുണ്ടാകുന്ന വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. ഭഗവതിയുടെയും പരമശിവന്റെയും അനുഗ്രഹം ഒരുപോലെ കിട്ടുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത്. അമ്മമാരൊക്കെ ഉത്രംകാരി മക്കളുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഒക്കെ പോയി മാസത്തിൽ ഒരു തവണയെങ്കിലും മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അത് 100 മടങ്ങായിട്ട് മക്കൾക്ക് കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ഒരു മകനോ മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ചില സൗഭാഗ്യങ്ങൾ വീണ് കിട്ടുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. ദീർഘനാളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. അമ്മമാർക്ക് അത്തരത്തിൽ ചില നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് ആറ്റുനോറ്റ അമ്മമാരിയ്ക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുന്ന ഒരു സമയമാണ് 2025 എന്ന് പറയുന്നത്. വീടൊക്കെ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീട് വെക്കാനായിട്ടുള്ള ഒരു യോഗം തെളിഞ്ഞു വരുന്ന ഒരു വർഷം കൂടിയാണ്. ഈ ഒരു നക്ഷത്രക്കാരുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന സ്വപ്നം 2025 സാക്ഷാത്കരിക്കാൻ ഇവർക്ക് സാധിക്കും. അതിനുവേണ്ടി ഒന്ന് പ്രയത്നിച്ചാൽ മാത്രം മതി. ആ പ്രയത്നം ചെല്ലുന്നിടത്തെല്ലാം വഴി തുറക്കപ്പെട്ട് നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് മനപ്രയാസങ്ങളുണ്ട് കേട്ടോ. ഈ പൊതുവെ ഉത്രംകാരി മക്കളുള്ള അമ്മമാർക്ക് പൊതുവെ ഒരുപാട് മനപ്രയാസം കാണുന്ന സമയമാണ്. ആ മനപ്രയാസവും സങ്കടവും ഒക്കെ തീർന്ന് ജീവിതത്തിൽ സന്തോഷം അലയടിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2025 എന്ന് പറയുന്നത്. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ച ഒരു മകനോ മകളോ ഉണ്ടാകുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഭാഗ്യമാണ്. അതുപോലെ തന്നെ അമ്മയിലൂടെ ചില ഭാഗ്യങ്ങൾ ഈ മക്കൾക്കും കിട്ടുന്നതായിരിക്കും. അതായത് അനിഴം നക്ഷത്രത്തിൽ ഒരു മകനോ മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആ നക്ഷത്രക്കാരെ കൊണ്ട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ കിട്ടും. അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മക്കൾക്കും, അതായത് അനിഴം നക്ഷത്രക്കാർക്കും വലിയ ഉയർച്ച കിട്ടുന്ന വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. ദീർഘകാലമായിട്ടുള്ള പല സ്വപ്നങ്ങളും പൂവണിയുന്ന, ജീവിതത്തിൽ ഒരു ഭാഗ്യമെന്നോണം പല മുഹൂർത്തങ്ങളും വീണ് കിട്ടുന്ന, ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന, സാക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹവും പരമശിവന്റെ അനുഗ്രഹവും ഏറ്റവും കൂടുതലുള്ള ഒരു സമയത്തിലൂടെ ആയിരിക്കും അനിഴം കടന്നു പോകുന്നത്. അനിഴംകാര് അമ്മമാരൊക്കെ ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മക്കളുടെ തലയിൽ കൈവച്ച് ഈ പുതുവർഷത്തിലൊന്ന് അനുഗ്രഹിക്കുക. എല്ലാ സൗഭാഗ്യവും അവർക്ക് വന്നു ചേരും, നന്നായി വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഏകദേശം 9 നാളുകാരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാർ മക്കളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. 2025 പറഞ്ഞത് അച്ചിട്ടാവട്ടെ, നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.